ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് കമൻ്റായിട്ടും ബെസ്റ്റിൽ മെസ്സേജായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അതിന് മുന്നേ ചോദിച്ചവരോട് ബെസ്റ്റിൽ മെസ്സേജ് അയച്ച് ചോദിച്ചവരോടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചവരെല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കുറിച്ചറിയാനൊക്കെ വേണ്ടി മെസ്സേജ് അയക്കാൻ നിങ്ങളെ പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, അതിലൊരുപാട് നന്ദി കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു കാരണം, നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുൻപ് പാക്കൊരു നെഞ്ഞുവേദന വന്നിട്ടുണ്ടായിരുന്നു. നെഞ്ഞുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ECG കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ തന്നെ, ഒരു 4-5 വർഷം മുന്നേ തന്നെ, അപ്പോൾ കിളികളൊക്കെ പോകുമ്പോൾ ചെറിയൊരു ശബ്ദമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 4-5 വർഷം, ഒരു 7-8 വർഷം മുൻപേ അപ്പോൾ ഇതുപോലെ ബ്ലോക്കൊക്കെ ആയിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു നെഞ്ഞുവേദനയൊക്കെ ഇപ്പോൾ വന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ECG കാര്യങ്ങളും എടുത്തു. അപ്പോൾ ചെറിയ വേരിയേഷൻ ഉള്ളതാണ്, ആദ്യം കാണിച്ചെടുത്തതിനെ കൊണ്ടുപോയി കാണിച്ചോളൂ പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കാണിച്ച ടൈമിൽ പറഞ്ഞത് ഉപ്പാക്ക് ബ്ലോക്ക് ഉണ്ട്, 3 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർജറിയും കാര്യങ്ങളും കഴിഞ്ഞ് അവിടെ ഒരു 4-5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 1 ഏക്കറായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ പഴയതുപോലെ ആയിട്ടില്ല, കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. 1 മാസം റെസ്റ്റ് ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റായിട്ടാണ് പാടുള്ളൂ, സംസാരം അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പാക്ക്. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ഹോസ്പിറ്റലിലുള്ള ടൈമിൽ മോനൊന്ന് കഞ്ഞിവെള്ളത്തിൽ കാല് മുക്കിയിട്ട്, നമ്മൾ ചോറ് ഊറ്റി വെച്ച് തിളച്ച കഞ്ഞിവെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കാല് മുക്കിയ ടൈമിൽ മോൻ്റെ കാല് നന്നായി പൊള്ളി. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അവനക്ക് ഇങ്ങനെ നമ്മൾ കുറ്റിപ്പുറം 15 ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഈ പൊള്ളലിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴിമുട്ട, ചിക്കൻ, ബീഫ് അങ്ങനത്തെ മാംസഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല, ഈ മരുന്ന് കുടിക്കണത്തോളം കാലം. അപ്പോൾ ഓക്കെ വരുന്നുണ്ട്. എങ്കിലും ഞാൻ ദയവ് ചെയ്ത് എല്ലാവരോടും, ചെറിയ കുട്ടികളുള്ള വീട്ടുകാരിലുള്ള കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയണത്, അവർക്ക് എത്തുന്നിടത്ത് ഒരിക്കലും ചൂടുവെള്ളമോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർക്ക് വലിക്കാൻ കിട്ടുന്നിടത്തോ എത്തുന്നിടത്തൊന്നും വെക്കരുത്. കാരണം അവർക്ക് അതിൻ്റെ ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ വേദന വന്ന് ആ സംഭവം പോയ അതിൻ്റെ വേദന വന്നാൽ മോൻ അങ്ങനെയായിരുന്നു. കാല് മുക്കിയ അപ്പം തന്നെ നമ്മളൊരു തൈസ് വെള്ളത്തിൽ കാര്യങ്ങളൊക്കെ വെച്ചു. എങ്കിലും അവൻ്റെ കാല് നന്നായി പൊള്ളിയിട്ടുണ്ട്. പൊള്ളിയത് മാത്രമല്ല, അവൻ നല്ല കരച്ചിലായിരുന്നു. കാരണം നമുക്ക് തന്നെ ചെറിയ ഒരു കൈയൊന്ന് പൊള്ളി നമ്മൾ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളെ കാര്യം പറയാനില്ലല്ലോ. അവൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ കൊണ്ടുപോയി. അവർ ഒരു സ്പ്രേയും ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ തേച്ചു. പിറ്റേ ദിവസത്തേക്ക് നല്ല പൊള്ളൊക്കെ പൊന്തി. അപ്പോൾ ഞങ്ങൾ 15 കുറ്റിപ്പുറത്ത് അവിടെ നല്ല പൊള്ളലിൻ്റെ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ ഇപ്പോൾ തൊലിയൊക്കെ ഇളകി കാലാകെ നാശമായിട്ടുണ്ട്. പക്ഷെ പഴയതുപോലെ തന്നെ വരും. പക്ഷെ അത് കഴിഞ്ഞു അവൻ വീട്ടിൽ വന്ന് മരുന്ന് ഓടിച്ചു തുടങ്ങിയപ്പോൾ അവനിക്ക് യാതൊരു കരച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം കാല് നമുക്ക് എന്താ പറയുക, ഒരു കാലാകെ ഫുള്ളി ഇതായിട്ടിരിക്കുമ്പോൾ നമുക്കത് അവരെ കാല് നോക്കാനേ പറ്റില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ ഒരിക്കലും ചൂടുള്ള സാധനങ്ങൾ അവർക്ക് എത്തുന്നിടത്തോ അവർക്ക് വെക്കാൻ പറ്റുന്നിടത്തൊന്നും വെക്കരുത്. കാരണം നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവരെവിടേക്കാ പോവുക, എന്താ ചെയ്യാൻ നമുക്ക് ഒരിക്കലും വിചാരിച്ച് മൈൻഡിൽ വെക്കാൻ പറ്റില്ല. കാരണം അവരെ പ്രായം അതാണ്, നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതേ ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഞാനത് കണ്ട് അപ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം ഏത് കുട്ടികളാണെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും ആരെ മക്കളാണെങ്കിലും അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ കാലൊക്കെ ഇങ്ങനെ പൊള്ളിയതായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കാല് നമുക്ക് ഒരാൾക്ക് കാണാൻ വയ്ക്കും, അങ്ങനെ അയക്കണേ കാല് തൊലിയൊക്കെ പോയി. അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്താ പറയുക, അപേക്ഷയായിട്ട് എടുത്തോളൂ, കുഴപ്പമില്ല. ചെറിയ മക്കളുള്ള ആൾക്കാർ ഒരിക്കലും ചൂടുള്ള സാധനങ്ങളൊന്നും താഴ്ത്തി വയ്ക്കരുത്. എൻ്റെ എന്താ പറയുക, ഞാൻ പഠിച്ചൊരു പാഠമാണ് കേട്ടോ അത്. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ചൂടുള്ള സാധനങ്ങളൊന്നും അവനക്ക് കിട്ടുന്നിടത്ത് വെക്കില്ല. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അങ്ങനെ കൊണ്ടുവരും ചെയ്യില്ല. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ പറ്റിപ്പോയിട്ട് പറയണേക്കാട്ടി നല്ലത് അത് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അത് അവനക്ക് അങ്ങനെ കാല് പൊള്ളിപ്പോയി. ഒരിക്കലും നമ്മൾ ആരും വേണമെന്ന് വിചാരിച്ചൊന്നും ചെയ്യില്ല. അതറിയാണ്ട് അങ്ങനെ പറ്റിപ്പോയതിന് ശേഷം അവന് നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അവനക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നേരത്തിന് കൊടുക്കണം. അതിന് ഓയിൽമെൻറ്റ് തേക്കണം. നമുക്ക് ഓയിൽമെൻറ്റും തേക്കാൻ നിൽക്കില്ല, കാരണം അതിപ്പോൾ ഇങ്ങനെ നോക്കാൻ തന്നെ നമുക്ക് വെക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇപ്പോൾ മോനാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറേ വീഡിയോ പെൻഡിങ് ഉണ്ട്. ഒരു 4-5 വീഡിയോ, പെരുന്നാളിൻ്റെ വീഡിയോ, പിന്നെ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ വീഡിയോ ഒക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാങ്ങി കൊടുത്താൽ കേട്ടോ വീഡിയോ ഓഫ് ആയത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതൊക്കെ ഇടും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അന്വേഷിച്ചവർക്കും എന്താണ് വീഡിയോ ഇടാത്തതെന്ന് അന്വേഷിച്ച് നമ്മളെ സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.